പ്രിയ പ്രേക്ഷകരെ, സൂര്യയുടെ കറുപ്പ് സിനിമയ്ക്ക് ശേഷം വന്ന വിശ്വനാഥൻ ആൻഡ് സൺ സിനിമ തിയേറ്ററിൽ പോയി കുടുംബമായിട്ട് കണ്ടു. സിനിമയ്ക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒരൊറ്റ അഭിപ്രായമായിട്ട് പറഞ്ഞാൽ 10ൽ 10 സ്റ്റാർ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫാമിലി വിഷ്വൽ ട്രീറ്റാണ് ഈ സിനിമ. കാരണം എന്തെന്ന് പ്രേക്ഷകർക്ക് വളരെ ഒറ്റ വരിയിൽ പറയാം. നമുക്കൊരു തിയേറ്ററിൽ പോയി ഒരു സിനിമ ഫാമിലി ഫിലിം കാണണമെങ്കിൽ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടിയോടെ ടിക്കറ്റ് എടുത്ത് പോവാം. ഫാമിലി സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് തിയേറ്റർ മൊത്തം ഫുള്ളായിരുന്നു, കംപ്ലീറ്റ് ഫാമിലിയായിരുന്നു. ഒരു ഫാമിലി ചിത്രം അത്യാവശ്യം ഒരു മൂവി മോഡില് ഹെവി വിഷ്വലൈസേഷൻ, ചെറിയ വിഷ്വലൈസേഷൻ അല്ല, ഹൈ ക്വാളിറ്റി വിഷ്വലിൽ കാണുമായിരുന്നു. നല്ല ശബ്ദമിശ്രണം, ഹെവി വിഷ്വല്, നല്ല ഫ്രെയിം, ഒരു ബോറും അടിക്കാതെ 2.25 മണിക്കൂർ റൺ ചെയ്യണ കഥയൊക്കെ നമ്മൾ കണ്ടതാണെങ്കിൽ അത് അവതരിപ്പിക്കുന്ന രീതി, അതിന്റെ ഡിഫറൻസ്, സൂര്യയുടെ പെർഫോമൻസിനെക്കാളും 1.5 മടങ്ങ് മുകളിൽ നിൽക്കുന്ന മമിത ബൈജുവിന്റെ പെർഫോമൻസ്, മമിത ബൈജുവിന്റെ ഒപ്പം നിൽക്കുന്ന രാധിക ശരത് കുമാറിന്റെ പെർഫോമൻസ്, പിന്നെ അതിനൊപ്പം നിൽക്കുന്ന രവീണ ടണ്ടന്റെ പെർഫോമൻസ്. ഇങ്ങനെ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ട് നമ്മൾ തിയേറ്ററിൽ ഒരു വിഷ്വൽ ട്രീറ്റ് കാണാൻ പോകണം എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ 100% ഗ്യാരണ്ടിയോടെ 10ൽ 10 സ്റ്റാർ കൊടുത്തുകൊണ്ട് ഈ പടത്തിന് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. ഒപ്പം തന്നെ അത്യാവശ്യം കോമഡിയും ഫുള്ളൊരു എന്റർടൈൻമെന്റുമാണ്. ഒരു ഫീൽ ഗുഡ് കഥയിലോട്ട് പോകുമ്പോൾ കുറെ സെന്റിമെന്റ്സ് തോന്നും. പിന്നെ സ്റ്റോറി ലെവലില് നമ്മുടെ സാധാരണ പ്രേക്ഷകർക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ പുതിയ ന്യൂജൻ കുട്ടികൾക്ക് കൃത്യമായിട്ടും അത് മനസ്സിലാവും. അവരുടെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി കൂടെയാണ്. നല്ല സ്റ്റാൻഡേർഡ് ഫിലിം. ഈ പടത്തിന് എങ്ങനെയാണ് പറയുന്നത്, നല്ല സ്റ്റാൻഡേർഡ് ഫാമിലി ഫീൽ ഗുഡ് ഫിലിം എന്ന് തന്നെ ഇത് പറയേണ്ടി വരും. ആ നിലയിലുള്ളതിൽ 10ൽ 10 സ്റ്റാർ കൊടുക്കാൻ പറ്റുന്ന നല്ല നിലവാരമുള്ള ചിത്രം ഒന്ന്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അഭിനന്ദിക്കേണ്ടത് ഇതിന്റെ ഡയറക്ഷനാണ്. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെയും ഇതിന്റെ ഡയറക്റ്റും ചെയ്തിരിക്കുന്ന വെങ്കി അട്ടൂരി, ലക്കി ബാലഭാസ്കർ സിനിമയുടെ ഡയറക്ടറാണ്. പുള്ളിക്ക് നല്ല ട്രീറ്റ്, പുള്ളി ഫാമിലി ട്രീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നു. ലക്കി ബാലഭാസ്കർ വന്നപ്പോൾ അത് വേറൊരു വ്യത്യസ്തമായ രീതിയിൽ തന്നു. അങ്ങനെ ആ 2 വിധത്തിലും അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് ഡയറക്ഷനും അംഗീകരിച്ചേ പറ്റൂ. പിന്നെ റൈറ്ററുണ്ട് KN വിജയകുമാർ, അദ്ദേഹവും അതിൽ ഇവർ തമ്മിൽ ചേർന്നുള്ള കോർഡിനേഷൻ രീതിയിൽ ആ സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും പിന്നെ അതിന്റെ വിഷ്വൽ ട്രീറ്റും എല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പ്രൊഡ്യൂസർ സൂര്യദേവ്, സായി സൂരജ്, അവർ ഈ പടത്തിന് നല്ല ബഡ്ജറ്റ് 130 കോടി രൂപയോളം ഇറക്കിയിട്ടുണ്ട്. അത് തിയേറ്ററിൽ നിന്ന് തന്നെ തിരിച്ചു പിടിക്കണമെന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. പടം വമ്പ ഹിറ്റുമാണ്, വമ്പ വിജയവുമായിരിക്കും. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകളെന്ന് പറയുന്നത് സൂര്യ, മമിത ബൈജു, രാധിക, രവീണ ടണ്ടൻ, ഇവരൊക്കെയാണ്. പിന്നെ ഒപ്പം തന്നെ മറ്റു സപ്പോർട്ട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും നല്ല മികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഡയറക്റ്റ് ഉപയോഗിച്ചിട്ടുമുണ്ട്. പിന്നെ വരുന്നത് ഇതിന്റെ മ്യൂസിക്, GV പ്രകാശ് കുമാർ, നല്ല എക്സലന്റ് മാർവലസ് മ്യൂസിക്, നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഫാമിലി ഓറിയന്റിന് കൊടുക്കാൻ പറ്റുന്ന നല്ല മ്യൂസിക്. ഒപ്പം തന്നെ നല്ല 2-3 പാട്ട്, കിട്ടില്ല പാട്ട്, നല്ല സ്റ്റൈലായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന പടം, നല്ല സ്റ്റൈല ഫിലിം എന്നാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഇതിന്റെ ക്യാമറ, നിമിഷ് രവി അന്യായം തന്നെ എന്ന് പറയാം. നല്ല എക്സലന്റ് ക്യാമറ വർക്ക് കേട്ടോ, കിട്ടില്ല ക്യാമറ വർക്ക്. അതും നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ലെവലിൽ തന്നെ പോണതാണ്. പിന്നെ ഇതിന്റെ കോസ്റ്റ്യൂം, അർച്ചന റാവു, സന്ധ്യ സബരവ പൂവും കൂടെ ചേർന്ന്, പിന്നെ നാസർ ഭവാനി ശ്രീ, ഇവര് ഇതിൽ ഒരിക്കലും കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ആ ഫാമിലി ഓറിയന്റഡ് എന്നുള്ളത് ഉപയോഗിച്ചിട്ട് ആ വിഷ്വലിന് വേണ്ടി ഉള്ള ട്രീറ്റാണ് അതിന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ്. ഹെവി ട്രീറ്റ്, നല്ല സ്റ്റൈലിഷ് കോസ്റ്റ്യൂം ഡിസൈനിങ്, അഭിനന്ദനം തന്നെ അറിയിക്കുകയാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ആർട്ട് ഡയറക്ഷൻ, ശിവകാമേഷ്, ജിത്തു സെബാസ്റ്റ്യൻ. ഈ ഡ്രസ് കോസ്റ്റ്യൂമിനും മേക്കപ്പ് സെൻസിനും ക്യാമറയ്ക്ക് ലൈറ്റിനും ഒപ്പം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ കെട്ടിടങ്ങളെല്ലാം ഒരുക്കിയെടുത്തിരിക്കുന്ന രീതി, സൂപ്പർ ആർട്ട് ഡയറക്ഷൻ, തികഞ്ഞ അഭിനന്ദനങ്ങൾ. പിന്നെ വരുന്ന എഡിറ്റിംഗ്, നവിന്നൂലിയെ കുറിച്ച് ഞാൻ പറയണ്ട, സർവ്വപടം ഇദ്ദേഹമാണ് എഡിറ്റ് ചെയ്യണത്. ഇദ്ദേഹം എഡിറ്റ് ചെയ്യണ 100ൽ 90% വമ്പ ഹിറ്റുമാണ്.
അദ്ദേഹമൊക്കെ ഒരു പടത്തിന് എൻ്റെ കണക്കൂട്ടൽ ഇപ്പോൾ എഡിറ്റിങ്ങിന് 20 കോടിയെങ്കിലും ചാർജ് ചെയ്യുന്നുണ്ടാവും തോന്നുന്നു വലിയ പടങ്ങൾക്ക്. ചെറിയ പടങ്ങൾക്ക് 5 കോടി മുതൽ 10 കോടി വരെ. നല്ല എഡിറ്റിംഗ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ് നരേഷ് കുമാർ എക്സലന്റ് കേട്ടോ. നല്ല കിടില സൗണ്ട് ഡിസൈനിങ് തന്നെയാണ്. പിന്നെ VFX വാസുദേവ റാവു നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. പടത്തിൽ ഫാമിലി ഓറിയന്റിന് വേണ്ട എല്ലാ VFX നന്നായിട്ട് കൊടുത്ത് തിയേറ്ററിൽ നമുക്ക് നല്ല രീതിയിൽ അത് കാണാനും കേൾക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ഇതിന്റെ ആക്ഷൻ ഡയറക്ടർ വെങ്കട്ട് അത്യാവശ്യം അടിസീനുണ്ട്, നന്നായിട്ട് ചെയ്തിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. ഗാനരചന രാമജോഗയ്യ ശാസ്ത്രി നല്ല വരികൾ കേട്ടോ. നല്ല നമുക്ക് ഇമ്പമുള്ള കേട്ട രസമുള്ള ഏച്ചുകെട്ടൊന്നും ഇല്ലാത്ത നല്ല സ്റ്റാൻഡേർഡ് വരികൾ, തികഞ്ഞ അഭിനന്ദനങ്ങൾ. പിന്നെ ഇതിൽ പറയേണ്ടത് കോറിയോഗ്രാഫി. പടത്തിന്റെ കോറിയോഗ്രാഫി 2 ഡാൻസ് ഉണ്ട്, അത് നല്ല അന്യായം. ഈ അടുത്ത കാലത്ത് സിനിമയിൽ കണ്ട റെഗുലർ മൂവ്മെന്റ് നിന്ന് മാറി ഒരു പുതിയൊരു സ്റ്റൈൽ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ടല്ലോ, എക്സലന്റ് എന്ന് പറയേണ്ടി വരും. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളറിങ്, വൈശാഖ് ശിവഗണേഷ് കൊടുത്തിട്ട് കളറിങ് സൂപ്പർ. ആ കളറിങ്ങും ആർട്ട് ഡയറക്ഷനും ക്യാമറ വർക്കും ഡയറക്ഷനും പിന്നെ എന്ത് പറയണത് ഇതിനകത്തുള്ള ആർട്ടിസ്റ്റുകളുടെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിലും ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഒത്തൊതുങ്ങിയ നല്ല ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ഗുഡ് കോമഡി ഡ്രാമ ഫാമിലി ഫിലിമാണിത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് തിയേറ്ററിൽ നിന്ന് മാത്രം കാണുക. അതിനകത്ത് ഞാൻ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഈ സിനിമയുടെ വിഷ്വൽ നമുക്ക് അനുഭവിക്കണമെങ്കിൽ, ഇതിന്റെ ആർട്ട് ഡയറക്ഷൻ അനുഭവിക്കണമെങ്കിൽ, ഇതിന്റെ ക്യാമറ വർക്ക് അനുഭവിക്കണമെങ്കിൽ, കോസ്റ്റ്യൂം ഡിസൈനിങ്ങിന് അനുഭവിക്കണമെങ്കിൽ, പിന്നെ ഇതിന്റെ മേക്കപ്പ് കേട്ടോ അന്യായം. നല്ല എന്ന് പറയണത് വെഡിങ് മേക്കപ്പ് എക്സലന്റ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഞാൻ ആ പേര് എഴുതിയെടുത്തിട്ടില്ല, ഞാൻ ക്ഷമ ചോദിക്കുന്നു. എക്സലന്റ് മേക്കപ്പ് കേട്ടോ. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല തന്നെയാണ്. ഇങ്ങനെ ഒരു ചിത്രം തയ്യാറാക്കുമ്പോൾ, ഇതുപോലെ ഒരു ഫാമിലി ഹൈ വോൾട്ടേജിൽ ഒരു ചിത്രം തയ്യാറാക്കുമ്പോൾ അതിന് വേണ്ട എല്ലാ ഗുണഗണങ്ങളും ചേർത്ത് വെച്ച ഒരു സൂര്യ എഫക്റ്റ് എന്നല്ല പറയേണ്ട, ഒരു ഗ്രൂപ്പ് വർക്ക് എഫക്റ്റ് ആണ് സൂര്യയുടെ ഈ സിനിമ. കറുപ്പ് സൂര്യക്ക് വമ്പ ഹിറ്റ് ഒരു ഹെവി കൊടുത്തെങ്കിൽ, ഒരു സൂപ്പർ സ്റ്റാർ പദവി കൊടുത്തെങ്കിൽ, ഇതൊരു ഫാമിലി കൊണ്ടിട്ട് യാഥാർത്ഥ്യ രസകരമായ രീതിയിൽ നമ്മളിങ്ങനെ ഇഴുകി ചേർത്ത് കൊണ്ടുപോകുന്ന രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്ന സിനിമയാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഇതിന് എല്ലാം ഒത്തു വരുമ്പോൾ സൂപ്പർ സൂര്യക്ക് ഫാമിലി സിനിമ എന്നുള്ള നിലയ്ക്ക് ഇതൊരു വമ്പ ഹിറ്റ് തന്നെയാണ്. അതെല്ലാവരുടെയും റിസൾട്ട് ഇതിനകത്തുണ്ട്. അല്ല സൂര്യയുടെ റിസൾട്ട് മാത്രമല്ല, സൂര്യയുടെ റിസൾട്ട് 25% കൊടുക്കാൻ പറ്റും. നമുക്ക് പല സിനിമകളിലും ചില സൂപ്പർ സ്റ്റാറുകളെ അടച്ചു വെച്ച് കാണിക്കുന്നത് പോലെ അടുത്ത കാലത്ത് ഇറങ്ങിയ പടങ്ങളൊക്കെ കണ്ടു. ഇപ്പൊ തിയേറ്ററിൽ 400 കോടി കളക്ട് ചെയ്ത വമ്പ സ്റ്റാറുകളുടെ പടങ്ങളൊക്കെ കണ്ടു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും ഒരു ഫീൽ ഇല്ലാതെ, ഒന്നും അടിച്ചേൽപ്പിക്കാതെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് പോകുന്ന നല്ല ഒരു സ്റ്റാൻഡേർഡ് 2.25 മണിക്കൂറുള്ള സ്ഥിരം കണ്ടുമെടുത്ത കഥ ആണ് കുറച്ചെങ്കിലും. പക്ഷെ പടം ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ പുതിയ ജെന്നിന്റെ പൊസിഷനിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ സൂപ്പർ. ഓരോ സൂര്യയുടെ ആക്ടിങ്, മമിതയുടെ ആക്ടിങ്, ഇവരെല്ലാവരുടെ ആക്ടിങ്, ഇവരുടെ ഒരു ഗ്രൂപ്പ് വർക്ക്, ഇതെല്ലാം ചെയ്തൊരു ട്രീറ്റാണ്. തിയേറ്ററിൽ പോയി മാത്രം കാണുക. ഒന്നാമത് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ എക്സലന്റ് മൂവിയാണ് കേട്ടോ. നല്ല സ്റ്റൈലിഷ് 10ൽ 10 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഞാൻ 10ൽ 10 സ്റ്റാർ കൊടുക്കും ഈ പടത്തിന്. ഞാനത് ഫാമിലി സിനിമയായിട്ട് കാണുമ്പോൾ 10ൽ 10 സ്റ്റാർ കൊടുക്കാൻ പറ്റാൻ നല്ല എക്സലന്റ് മൂവി. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നല്ല സ്റ്റാൻഡേർഡ് ഫിലിമാണ്, നല്ല വിഷ്വൽ ട്രീറ്റ് ആണ്, നല്ല മ്യൂസിക് ട്രീറ്റ് ആണ്, നല്ല കോസ്റ്റ്യൂം ട്രീറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായ വീഡിയോ ഡൊബക് പ്രപഞ്ചം ചാനലിൽ നിങ്ങൾക്ക് കാണാം.